ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാസ്താംകോട്ട DB കോളേജിലെ മാത്തമാറ്റിക്സ് വിഭാഗത്തിലെ അധ്യാപകനാണ്. DB കോളേജിലെ ഈ വർഷത്തെ സ്കോളർഷിപ്പിൻ്റെ നോഡൽ ഓഫീസർ ഞാനാണ്. ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. ഇപ്പോൾ ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്, UG ആൻഡ് PG രണ്ടുപേർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെ, UGക്ക് മാത്രം, പിന്നെ PGയിലേക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെ, PGയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെ, അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ് ഞാനിതിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് PGയിലും UGയിലുമായിട്ട് ഏകദേശം 20ഓളം സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ ഓരോ സ്കോളർഷിപ്പും എന്തൊക്കെയാണ്, എത്ര രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ഏതാണ് സൈറ്റാണ് നമ്മളത് അതിനുവേണ്ടി വിസിറ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടോട്ടൽ 20 സ്കോളർഷിപ്പുകളാണുള്ളത്. ഇപ്പോൾ 1 by 1 ആയിട്ട് ഓരോ സ്കോളർഷിപ്പ് നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ. ഓക്കെ, ആദ്യത്തെ സ്കോളർഷിപ്പ് നമ്പർ 1 സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും? എല്ലാ ഫസ്റ്റ് ഇയർ UG സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. PGയിൽ ഇതിൻ്റെ റിന്യൂവൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ ഡിഗ്രിയിൽ അപ്ലൈ ചെയ്തു, സെക്കൻഡ് ഇയറിൽ അതിനെ റിന്യൂ ചെയ്തു, തേർഡ് ഇയർ റിന്യൂ ചെയ്തു, അങ്ങനെ റിന്യൂ ചെയ്ത് PGയിലേക്ക് ഈ സ്കോളർഷിപ്പ് അവെയിൽ ചെയ്യാവുന്നതാണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് മിനിമം 80% മാർക്കിൻ്റെ ലാസ്റ്റ് ക്വാളിഫയിങ് എക്സാം. ഇപ്പോൾ +2ൽ 80% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വർഷം 10,000 രൂപയാണ് UGക്കാർക്ക്. PGയിലെത്തുമ്പോൾ 20,000 രൂപ. ഇൻകം ലിമിറ്റ് ഉണ്ട്, 8 ലക്ഷം പെർ വർഷം. ഒരു വർഷം 8 ലക്ഷം രൂപ ഇൻകം ആ ലിമിറ്റിനുള്ളിലാണെങ്കിൽ എല്ലാ കാറ്റഗറിക്കും എന്ത് ചെയ്യാം, ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം. ഇനി കണ്ടീഷൻസ് ഫോർ റിന്യൂവൽ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ സ്കോളർഷിപ്പ് കിട്ടി, സെക്കൻഡ് ഇയറിൽ റിന്യൂ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ 60%ഓ അതിൽ കൂടുതലോ മാർക്കോ പ്രീവിയസ് എക്സാമിന് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ആ എക്സാമിന് 60%ഓ അതിൽ കൂടുതലോ മാർക്ക് ഉണ്ടാവണം. ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾ വീണ്ടും റിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇയറിലെ സെമിസ്റ്ററിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ആ എക്സാമിനേഷന് 60% കൂടുതൽ മാർക്ക് ഉണ്ടാവണം. ഇനി 75% അറ്റൻഡൻസ് കമ്പൽസറി ആണ്. അതുപോലെ തന്നെ റാഗിങ് ആക്ടിവിറ്റീസിലൊന്നും കുട്ടി പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, റിന്യൂവലിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി PGക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻ ഇല്ല. ഡിഗ്രിയിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന് PGയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിന്യൂ ചെയ്യാൻ പറ്റും. ഇനി ആ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് വരുന്ന വെബ്സൈറ്റും മറ്റുമൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. scholarship.gov.in അതിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കിട്ടും. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ സ്കോളർഷിപ്പാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഓൺലി സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റി, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസം, ജൈനിസം, അതുപോലെ പാഴ്സീസ്, അങ്ങനെയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ സ്കോളർഷിപ്പ്. അത് മാത്രമല്ല, കുട്ടിക്ക് 50% മാർക്സ് എന്ത് ചെയ്യണം, മിനിമം ഉണ്ടാവണം ക്വാളിഫയിങ് എക്സാമിനേഷന്. സീനിയർ ക്ലാസ് സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാം. ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് വാങ്ങുന്ന കുട്ടിക്ക് ഒന്നുകൂടി ഒരേ സമയം തന്നെ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് അവെയിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് ഈ സ്കോളർഷിപ്പിന് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്കോളർഷിപ്പ് എമൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഇല്ല. ഹോസ്റ്റൽ ഫീ അതുപോലെ തന്നെ കോഴ്സ് ഫീ ഒക്കെ ബേസ് ചെയ്തിട്ട് മിനിമം 3,000 റുപ്പീസാണ് സ്കോളർഷിപ്പായിട്ട് കിട്ടുക. അഡ്മിഷൻ ആൻഡ് ട്യൂഷൻ ഫീ ഫോർ UG ആൻഡ് PG ലെവലിൽ 3,000 വർഷം 3,000 രൂപ വെച്ച്. എത്രയാണോ ഹോസ്റ്റൽ ഫീ അല്ലെങ്കിൽ ട്യൂഷൻ ഫീ എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുക. ഇതിൻ്റെ ഇൻകം ലിമിറ്റ് 2 lakhs ആണ്. ശ്രദ്ധിക്കുക, ഇത് മൈനോറിറ്റീസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. റിന്യൂ ചെയ്യാനുള്ള കാര്യം മിനിമം 50% മാർക്സിൻ്റെ ലാസ്റ്റ് എക്സാമിനേഷൻ. അടുത്ത വർഷം റിന്യൂ ചെയ്യണമെങ്കിൽ കഴിഞ്ഞ വർഷം 50% മാർക്ക് എക്സാമിനുണ്ടാവണം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. scholarship.gov.in സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. അത് നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഓക്കെ, സോ ഇതായിരുന്നു പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ്. അടുത്ത സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഡിസേബിൾഡ് സ്റ്റുഡൻസ്. ഇപ്പോൾ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതുപോലെ തന്നെ സ്കോളർഷിപ്പ് എമൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൻ്റെ മൈനോറിറ്റീസിൻ്റെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൻ്റെ അതേ ക്രൈറ്റീരിയനൊക്കെ തന്നെയാണ്. ഹോസ്റ്റൽ ഫീയും അതുപോലെ തന്നെ കോഴ്സ് ഫീ ഒക്കെ ബേസ് ചെയ്തിട്ട് മിനിമം 3000 രൂപ സ്കോളർഷിപ്പ് കിട്ടാം. അതുമാത്രമല്ല അഡീഷണൽ അലവൻസുകളുണ്ട്. ഡിസബിലിറ്റിക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്യുന്ന കുട്ടിയുടെ ഡിസബിലിറ്റിക്ക് അനുസരിച്ച് അഡീഷണൽ അലവൻസ് ഉണ്ട്. റീഡർ അലവൻസ് ഫോർ ബ്ലൈൻഡ് സ്കോളേഴ്സ് 240 രൂപ പെർ മന്ത്. അതുപോലെ എസ്കോട്ട് അലവൻസ് ₹160 പെർ മന്ത് സിവിയർലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഡേ സ്കോൾ സ്റ്റുഡൻസിന്. അതുപോലെ തന്നെ സ്പെഷ്യൽ അലവൻസ് ഉണ്ട് 160 പെർ മന്ത് ഇൻ ദി admissible to any employee of the hostel willing to extend help to a severely orthopedic handicapped student residing in the hostel of an education institution who may need the assistance of the helper വേണ്ട സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഹെൽപ്പർ വേണ്ട സ്റ്റുഡൻസിന് സ്പെഷ്യൽ അലവൻസ് ആയിട്ട് ₹160 കിട്ടും. കോച്ചിങ് അലവൻസ് ആയിട്ട് $240 പെർ മന്ത് ടുവേഴ്സ് എക്സ്ട്രാ കോച്ചിങ് ടു മെൻ്റലി റിട്ടയർഡ് ആൻഡ് മെൻ്റലി ഇൽ സ്റ്റുഡൻസ്. ഇതാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. നോട്ടിഫിക്കേഷൻ ലിങ്ക് തന്നിട്ടുണ്ട്, അതും ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതായിരുന്നു പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഡിസേബിൾഡ് സ്റ്റുഡൻസ്. അടുത്തത് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഹു ക്യാൻ അപ്ലൈ? ഷുഡ് ബിലോങ് ടു മുസ്ലിം, ലാറ്റിൻ, കൺവെർട്ടഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആൻഡ് ഷുഡ് ബി എ നേറ്റീവ് ഓഫ് കേരള. കേരളത്തിൽ താമസിക്കുന്ന കേരളത്തിലെ നാറ്റീവായിട്ടുള്ള മുസ്ലിം, ലാറ്റിൻ, കൺവെർട്ടഡ് ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഷുഡ് ബി എ ഗേൾ സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് ഫോർ UG PG. പെൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മെറിറ്റ് സീറ്റ് കിട്ടുന്ന കുട്ടികൾക്കും അത് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 50% മാർക്ക് ക്വാളിഫയിങ് എക്സാമിന് ഉണ്ടാവണം. സീനിയർ ക്ലാസ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം സ്കോളർഷിപ്പ് ഒരെണ്ണം മാത്രം, ഓൺലി വൺ സ്കോളർഷിപ്പ് ഫോർ എ സ്റ്റുഡൻറ്റ് കണ്ടീഷൻ. അതായത് ഒരു സ്കോളർഷിപ്പ് മാത്രം ഉള്ള കുട്ടികൾക്ക് സീനിയർ ക്ലാസ് സ്റ്റുഡൻസിന് ഇതിനെ അപേക്ഷിക്കാം. സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങൾക്ക് കാണാം. 5000 രൂപ പെർ ഇയർ UG സ്റ്റുഡൻസിന്, 13000 രൂപ പെർ ഇയർ ഹോസ്റ്റൽ സ്റ്റൈഫൻഡ്, അതുപോലെ തന്നെ 6000 രൂപ പെർ ഇയർ PG സ്റ്റുഡൻസ്. അപ്പോൾ ഹോസ്റ്റൽ സ്റ്റൈഫൻഡ് ആയിട്ട് 13000 രൂപ പെർ ഇയർ കിട്ടുന്നുണ്ട്. ഈ UG-കാർക്ക് 5000 രൂപയും PG-കാർക്ക് 6000 രൂപയും. അവിടെ ഒരു ഫാമിലി ഇൻകത്തിന് ലിമിറ്റ് ഉണ്ട്, 8 lakh ആണ് ഫാമിലി ഇൻകം. പിന്നെ റിന്യൂ ചെയ്യാനായിട്ട് 50% മാർക്സ് ഇൻ ദി ലാസ്റ്റ് എക്സാമിനേഷൻ. അവസാന പരീക്ഷയ്ക്ക് 50% മാർക്ക് ഉണ്ടാവണം. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസിന് വേണ്ടി വെബ്സൈറ്റിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്, അത് സന്ദർശിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ലഭിക്കും. അടുത്ത സ്കോളർഷിപ്പ് സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് സ്കോളർഷിപ്പിൻ്റെ പേര്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ്. അതായത് UG സ്റ്റുഡൻസിനും അതുപോലെ തന്നെ PG സ്റ്റുഡൻസിൻ്റെയും ഫസ്റ്റ് ഇയർകാർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കുട്ടി BPL ഫാമിലിയിലുള്ള കുട്ടിയായിരിക്കണം. അതുമാത്രമല്ല 50% മാർക്ക് എബോവ് സ്കോർ ചെയ്യണം ഏത് ക്വാളിഫയിങ് എക്സാമിനേഷന്. സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത് 10000 രൂപയാണ്. ഒരു വർഷത്തേക്ക് 10000 രൂപയാണ് വരുന്നത്. ഇനി റിന്യൂ ചെയ്യണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനത്തെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള എക്സാമിന് 50% എബോവ് മാർക്ക് ഉണ്ടാവണം. പിന്നെ BPL സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. BPL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ ലിങ്ക് തന്നിട്ടുണ്ട്. DCE സ്കോളർഷിപ്പിൻ്റെ ലിങ്കിൽ കയറി വെബ്സൈറ്റിൽ കയറി ലിങ്കിൽ കയറി നോക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസിന് വേണ്ടി. അടുത്ത സ്കോളർഷിപ്പ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? നോക്കൂ, ഓർഫൻ സ്റ്റുഡൻസിന്, ഓർഫൻ ആയിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫാദർ ഓർ മദർ ഓർ ബോത്ത് ഡൈഡ്, ആരെങ്കിലും ഒരാൾ മരിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല കുട്ടി BPL ഫാമിലിയിലോ APL ഫാമിലിയിലോ ഉള്ളവരായിരിക്കണം. ബിലോ 20,000 ഫോർ റൂറൽ ഏരിയാസ്, അതുപോലെ തന്നെ 22.375 അതോ അതിൽ കുറവോ 1000 ആനുവൽ ഇൻകമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷിക്കാനായിട്ട് സാധിക്കും. സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10000 രൂപയാണ് ഒരു വർഷത്തേക്ക്. ഇൻകം ലിമിറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BPL ഫാമിലി ആയാലും ശരി APL ഫാമിലി ആയാലും ശരി ഇൻകം ലിമിറ്റ് 20,000 താഴെ ആയിരിക്കണം റൂറൽ ഏരിയയിൽ. അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ 22.375 അതായത് 22,375 രൂപയെക്കാളും കുറവായിരിക്കും വേണം. റിന്യൂവൽ കണ്ടീഷൻസ് പ്രത്യേകിച്ചൊന്നുമില്ല. കണ്ടീഷൻ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. റിന്യൂ ചെയ്യാം, ഓരോ വർഷവും റിന്യൂ ചെയ്ത് പോകാം. ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് നോക്കി. സ്റ്റുഡൻസ് ഹാസ് ടു സബ്മിറ്റ് ദി ആപ്ലിക്കേഷൻ വിത്ത് ഡോക്യുമെൻറ്റ്സ് മെൻഷൻഡ് എബോവ്
ടു ദി കോളേജ് ഓഫീസ് ആൻഡ് ദേ വിൽ ഡു ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കോളേജ് ഓഫീസിൽ കൊണ്ടുവരണം. ഇത് പി ജി കോഴ്സിന് അവൈലബിൾ അല്ല, സീനിയർ UG ക്ലാസ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്ക് സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ്, നിങ്ങളത് വെബ്സൈറ്റിൽ കയറുമ്പോൾ മനസ്സിലാവും ആപ്ലിക്കേഷൻ്റെ ഫോമാറ്റ്. റേഷൻ കാർഡിൻ്റെ BPL ആണെന്ന് അറിയിക്കാൻ വേണ്ടി റേഷൻ കാർഡിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ BPL സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ മരിച്ചുപോയ ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ആധാറിൻ്റെ കോപ്പി വേണം. സോ ഇത്രയും സാധനങ്ങളാണ് സ്നേഹപൂർവ്വ സ്കോളർഷിപ്പിന് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആ സൈറ്റ് പറയുന്നുണ്ട്. സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്, എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് വിദ്യാസമുന്നതി സ്കോളർഷിപ്പാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ് വിദ്യാസമുന്നതി സ്കോളർഷിപ്പ്. 70% മാർക്ക് +2 ലെവലിന് ഉണ്ടാവണം മിനിമം. ഇനി PG സ്റ്റുഡൻസിന് സയൻസ് സ്ട്രീമിന് UG പരീക്ഷയ്ക്ക് PGയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക്, PGയിലാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ UGയിലെ അവസാന വർഷ പരീക്ഷയ്ക്ക് UGക്ക് ഡിഗ്രി പരീക്ഷയ്ക്ക് 60% മാർക്സ് മിനിമം സയൻസിനും 55% മാർക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിനും ഉണ്ടാവണം. സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത് UGയിലാണെങ്കിൽ 6000 രൂപ പെർ ഇയറും അതുപോലെ തന്നെ PGയിലാണെങ്കിൽ 10000 രൂപ പെർ ഇയറുമാണ്. ഇൻകം ലിമിറ്റ് ഉണ്ട്, 2 lakhs ആണ് ഇൻകം ലിമിറ്റ്. റിന്യൂവൽ ചെയ്യാനായിട്ട് ഉള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആപ്ലിക്കേഷൻ എവരി ഇയർ, ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പുതിയ ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. അല്ലാതെ റിന്യൂവൽ പരിപാടിയില്ല, ഫ്രഷ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ വർഷവും കൊടുക്കേണ്ടി വരും. ഇനി കുട്ടികൾ വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് വാങ്ങുന്ന കുട്ടികളാണെങ്കിൽ, ഇഫ് അതർ സ്കോളർഷിപ്പ് വെയർ ക്ലെയിംഡ് അലോങ് വിത്ത് ഇറ്റ്, ഇതുമായി വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് വാങ്ങുന്നതിനോടൊപ്പം വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് വാങ്ങുന്നുണ്ട് എങ്കിൽ ഈ സ്കോളർഷിപ്പ് എമൗണ്ട് തിരിച്ചടക്കേണ്ടി വരും. ഇപ്പോൾ കിട്ടിയ സ്കോളർഷിപ്പ് എമൗണ്ട്, വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് എമൗണ്ട് തിരിച്ചടക്കേണ്ടി വരും 15% ഇൻട്രസ്റ്റ് റേറ്റോട് കൂടി. ഇപ്പോൾ കുട്ടികൾ പലപ്പോഴും പല സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്യും, ഏതാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിദ്യാസമുന്നതി സ്കോളർഷിപ്പിനോടൊപ്പം വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടി അതിൻ്റെ സ്കോളർഷിപ്പ് എമൗണ്ട് വാങ്ങുന്നുണ്ട് എങ്കിൽ ഈ വാങ്ങിയ സ്കോളർഷിപ്പ്, വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് തിരിച്ചടക്കേണ്ടി വരും 15% ഇൻട്രസ്റ്റോടുകൂടി. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, വേറെ സ്കോളർഷിപ്പ് കിട്ടുന്നവർ വിദ്യാസമുന്നതിയും കൂടെ മേടിക്കാൻ പാടില്ല. ഇനി ഒരു സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പളിൽ നിന്ന്, കോളേജ് പ്രിൻസിപ്പളിൽ നിന്ന് കൊടുക്കേണ്ടി വരും. സർട്ടിഫിക്കറ്റ് ഫ്രം പ്രിൻസിപ്പൾ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് അവൈലബിൾ ഇൻ ദി വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ കോളേജ് പഠിക്കുന്ന കുട്ടിയാണെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടി വരും. ആ വെബ്സൈറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്, www.schemes.kswcfc.org. അപ്പോൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും എന്തൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അടുത്ത സ്കോളർഷിപ്പ് ഇൻസ്പയർ സ്കോളർഷിപ്പാണ്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്പയർ സ്കോളർഷിപ്പ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റർ ഡിഗ്രി ഇൻ നാച്ചുറൽ ആൻഡ് ബേസിക് സയൻസ്. നാച്ചുറൽ ആൻഡ് ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി, സോളജി അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഡിഗ്രി കുട്ടികൾക്കും PG കുട്ടികൾക്കും ഇൻസ്പയർ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. സ്കോളർഷിപ്പ് എമൗണ്ട് 80,000 രൂപയാണ്, വർഷം 80,000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. അത് ഏത് വെബ്സൈറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. ഇൻസ്പയർ സ്കോളർഷിപ്പ്. അടുത്ത സ്കോളർഷിപ്പ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ്. അത് മാത്രമല്ല ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഹയർ PG കോഴ്സിലെ സ്റ്റുഡൻസിന് റിന്യൂ ചെയ്യാൻ പറ്റും. റിന്യൂ ഡ്യൂറിങ് ദി PG കോഴ്സ് റിന്യൂ ചെയ്യാൻ പറ്റും ഈ സ്കോളർഷിപ്പിനെ. ഇനി ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ST കാൻഡിഡേറ്റ്സിന് പാസ് മാർക്ക് മതി +2 ലെവലിൽ. അതുപോലെ തന്നെ സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിന് 55% മാർക്കും ബിസിനസ് സ്റ്റഡീസ് 60% മാർക്സുമാണ് വേണ്ടത്. SC സ്റ്റുഡൻസിന്. SC സ്റ്റുഡൻസിന്, PH സ്റ്റുഡൻസിന് 45% മാർക്ക് മതി. BPL OBC സ്റ്റുഡൻസിന് സയൻസ് സബ്ജക്റ്റിന് 60% മാർക്കും ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിന് 55% മാർക്കും ബിസിനസ് സ്റ്റഡീസിന് 65% മാർക്കും വേണം +2 ലെവലിൽ.
ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് 75% മാർക്ക് സയൻസിനും ബിസിനസ് സ്റ്റഡീസിനും സോഷ്യൽ സയൻസിനും വേണം. ഹ്യൂമാനിറ്റീസിന് 60% മാർക്ക് മതി. സ്കോളർഷിപ്പ് എമൗണ്ട് യു ജിയിൽ ഓരോ വർഷവും എങ്ങനെയാണ് നോക്കിയേ, 12,000 ആണ് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ 18,000 ആ വർഷം 18,000, തേർഡ് ഇയറിൽ 24,000. പി ജിയിൽ ഓരോ വർഷവും ഫസ്റ്റ് ഇയറിൽ 40,000 രൂപയും സെക്കൻഡ് ഇയറിൽ 60,000 രൂപയുമാണ് ഈ സ്കോളർഷിപ്പിൽ നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്, സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുക. സോ ഇതാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പി ജിയിൽ ഈ സ്കോളർഷിപ്പ് എന്ത് ചെയ്യാം, റിന്യൂ ചെയ്യാം. ഓക്കെ. ഇൻകം ലിമിറ്റ് ഉണ്ട്. 8 lakh ആണ് ഒ ബി സി സ്റ്റുഡൻസിന്, 8 lakh ആണ്. ഹയർ ഇൻകം ഗ്രൂപ്പ് ഒ ബി സിയിൽ ജനറൽ കാറ്റഗറി, അതായത് ഇപ്പോൾ ഒ ബി സി സ്റ്റുഡൻസ് തന്നെ 8 ലക്ഷത്തിനേക്കാളും കൂടുതൽ എമൗണ്ട് എന്തായിട്ടുള്ള ഇൻകം ഉള്ള കുട്ടികൾക്ക് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്താലും അവർ പരിഗണിക്കും. ഇനി റിന്യൂ ചെയ്യാനുള്ള കണ്ടീഷൻസ്: മിനിമം ഗ്രേഡ് ടു ബി ഒബ്റ്റെയിൻഡ് ഫോർ റിന്യൂവൽ. ജനറൽ കാറ്റഗറിക്ക് ബി ഗ്രേഡ് ഓർ എബോവ്. അതുപോലെ ഒ ബി സി, ബി പി എൽ, എസ് സി എസ് ടി, പി എച്ച് സ്റ്റുഡൻസിനെല്ലാം സി ഗ്രേഡ് ഓർ എബോവ്. ഫോർ പി ജി സ്റ്റുഡൻസിന് റിന്യൂവൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് യു ജിയിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് പി ജിയിൽ റിന്യൂ ചെയ്യുക എന്നുള്ള കണ്ടീഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ ലിങ്കും വെബ്സൈറ്റ് ലിങ്കും തന്നിട്ടുണ്ട്. അതിൽ കയറി നോക്കുക എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് എന്ന് മനസ്സിലാവും. ഓക്കെ. അടുത്തത് പ്രതിഭ സ്കോളർഷിപ്പാണ്. നോക്കാം ആർക്കൊക്കെയാണ് പ്രതിഭ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഫസ്റ്റ് ഇയർ ബി എസ് സി സ്റ്റുഡൻസിന് ഓൺലി ഫസ്റ്റ് ഇയർ ബി എസ് സി സ്റ്റുഡൻസ്, നാച്ചുറൽ ആൻഡ് ബേസിക് സയൻസ് അറിയാലോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതുപോലെ തന്നെ ബോട്ടണി, സുവോളജി, അങ്ങനെയുള്ള ഫസ്റ്റ് ഇയർ ബി എസ് സി സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ക്യാൻ ഓൾസോ ക്ലെയിംഡ് ഫോർ ദിയർ പി ജി കോഴ്സ് ത്രൂ റിന്യൂ ചെയ്യാൻ പറ്റും. പി ജിയിലേക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് യു ജിയിൽ ഫസ്റ്റ് ഇയറിൽ 12,000, സെക്കൻഡ് ഇയറിൽ 18,000, തേർഡ് ഇയറിൽ 24,000. പി ജിയിൽ നമുക്കിത് റിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 40,000, സെക്കൻഡ് ഇയറിൽ 60,000 സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുക. കണ്ടീഷൻസ് ഒന്ന് റിന്യൂ ചെയ്യാനുള്ള കണ്ടീഷൻസ്: continuation of the scholarship for the postgraduate courses subject to securing a mark minimum 75% for degree course. ഡിഗ്രി കോഴ്സിൽ 75% ഉണ്ടെങ്കിൽ മാത്രമേ പോസ്റ്റ് ഗ്രാജുവേഷനിൽ നമുക്കിത് റിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ജിക്ക് ഓൺലി റിന്യൂവൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഫ്രഷ് ആയിട്ട് പി ജിയിൽ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. KSCTEയിലാണ് നമ്മൾ അപ്ലൈ, ആ വെബ്സൈറ്റ് ലിങ്ക് ഇതാണ് www.kscste.kerala.gov.in. അപ്പോൾ അതാണ് പ്രതിഭ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പാണ്. ആർക്കൊക്കെ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഷുഡ് ബി എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ഫസ്റ്റ് ഇയർ യു ജി സ്റ്റുഡൻസിനും പി ജി സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. 50% മിനിമം മാർക്ക് ഉണ്ടാവണം ക്വാളിഫയിങ് എക്സാമിനേഷന്. ഫാമിലി ആനുവൽ ഇൻകം ഒരിക്കലും 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ശ്രദ്ധിക്കുക, ഫാമിലി ആനുവൽ ഇൻകം ഷുഡ് നോട്ട് എക്സീഡ് 1 lakh. സ്കോളർഷിപ്പ് എമൗണ്ട് 1,250 രൂപ പെർ വർഷം, പെർ ഇയർ യു ജിക്കും, അതുപോലെ തന്നെ 1,500 രൂപ പെർ ഇയർ ഫോർ പി ജിക്കുമാണ്. റിന്യൂ ചെയ്യണമെങ്കിൽ, ഓരോ വർഷവും റിന്യൂ ചെയ്യണമെങ്കിൽ 50% മാർക്ക് ലാസ്റ്റ് എക്സാമിന് ഉണ്ടാവണം. റിസൾട്ട് പബ്ലിഷ് ചെയ്ത എക്സാമിന് 50% മാർക്ക് ഉണ്ടാവണം. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസിന് നോട്ടിഫിക്കേഷൻ ലിങ്ക് നോക്കുക. ഓക്കെ. ഇനി ബ്ലൈൻഡ് ഓർ പി എച്ച് സ്കോളർഷിപ്പ്, BPHFC എന്ന് പറയുന്ന സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയേണ്ടത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? ബ്ലൈൻഡ് PH ഡെഫ് സ്റ്റുഡൻസിന്, ഗവൺമെൻറ്റോ എയ്ഡഡ് കോളേജിലോ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഫീ ചാർജസ് ഫോർ ബ്ലൈൻഡ് സ്റ്റുഡൻസ് വിത്ത് ഫാമിലി ആനുവൽ ഇൻകം ബിലോ 2.5 lakh. അപ്പോൾ 2.5 ലക്ഷത്തിന് താഴെ ആനുവൽ ഇൻകം ഉള്ള ബ്ലൈൻഡ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവരുടെ ഹോസ്റ്റൽ ചാർജസ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് സ്റ്റുഡൻസിന് ഹോസ്റ്റൽ ചാർജസ് കിട്ടും. ഹോസ്റ്റലേഴ്സ് ആൻഡ് ഹൂസ് ഫാമിലി ആനുവൽ ഇൻകം ഈസ് ബിലോ 4.5 lakh. അങ്ങനെയാണെങ്കിൽ 4 ലക്ഷത്തിൽ താഴെ ആയിട്ടുള്ള PH സ്റ്റുഡൻസിന് ഇത് ലഭിക്കും. പിന്നെ ബോർഡിംഗ് ചാർജസ്, അതായത് താമസിക്കാനുള്ള എമൗണ്ട് PH സ്റ്റുഡൻസിന്
കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെയും കണ്ടീഷൻ 4.5 ലാഖിനെക്കാളും കുറവായിരിക്കണം ആനുവൽ ഇൻകം. കിട്ടുന്ന മിനിമം എമൗണ്ട് 4,000 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം 4,000 പെർ ഇയർ സ്കോളർഷിപ്പ് കിട്ടാം. അപ്പോൾ അതാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. റിന്യൂവലിൻ്റെ പ്രത്യേകത, റിന്യൂ ചെയ്യാൻ പറ്റില്ല. ഫ്രഷ് ആപ്ലിക്കേഷനായിട്ട് എല്ലാ വർഷവും ഫ്രഷ് ആപ്ലിക്കേഷനായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇതാണ് ബ്ലൈൻഡ് ഓർ PH സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. വെബ്സൈറ്റ് ലിങ്ക് തന്നിട്ടുണ്ട്, അതിൽ നോക്കിയാൽ ബാക്കി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് DMS സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയേണ്ടത്. എന്താണ് എലിജിബിലിറ്റി, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഫുൾ A+ ഹോൾഡേഴ്സ് ഇൻ SSLC എക്സാമിനേഷൻ 2018-2019 ആൻഡ് അവൈൽഡ് ദി സ്കോളർഷിപ്പ് അറ്റ് ഹയർ സെക്കൻഡറി ലെവൽ നൗ ഓൺലി റിന്യൂവൽ. അതായത് നിങ്ങളുടെ ക്വാളിഫൈയിങ് എക്സാമിനേഷന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ സ്റ്റുഡൻസ്, അവർ +2-വിൽ ഈ സ്കോളർഷിപ്പ് വാങ്ങിയവർക്ക് ഡിഗ്രിയിലും എന്ത് ചെയ്യാം, റിന്യൂ ചെയ്യാം. സ്കോളർഷിപ്പ് എമൗണ്ട് 1,250 രൂപയാണ് പെർ ഇയർ. മിനിമം 50% മാർക്സ് ഇൻ ദി ലാസ്റ്റ് എക്സാമിനേഷൻ. നമുക്ക് തൊട്ട് മുമ്പത്തെ എക്സാമിനേഷന് 50% മാർക്ക് ഉണ്ടാവണം. റിന്യൂ ചെയ്യുന്നത് കോളേജ് ലെവലിലാണ് റിന്യൂ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, റിന്യൂ ചെയ്യണമെങ്കിലുള്ള മിനിമം കണ്ടീഷൻ 50% മാർക്സ് തൊട്ട് മുമ്പത്തെ ക്വാളിഫയിങ് എക്സാമിന് ഉണ്ടാവണം. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ അപ്പോൾ റിന്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +2 ലെവലിൽ ഈ സ്കോളർഷിപ്പ് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം അതിനെ ഡിഗ്രിയിലേക്ക് റിന്യൂ ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഫ്രഷ് ആയിട്ട് ഡിഗ്രിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് മെറിറ്റ് സ്കോളർഷിപ്പ് ടു ദി ചിൽഡ്രൻ ഓഫ് ദി സ്കൂൾ ടീച്ചേഴ്സ്. സ്കൂൾ ടീച്ചേഴ്സിൻ്റെ കുട്ടികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പാണ്. സ്കൂൾ ടീച്ചേഴ്സിൻ്റെ മക്കൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പാണ് മെറിറ്റ് സ്കോളർഷിപ്പ് ടു ദി ചിൽഡ്രൻ ഓഫ് സ്കൂൾ ടീച്ചേഴ്സ്. എലിജിബിലിറ്റി എന്താണെന്ന് നോക്കി. സൺ ഓർ ഡോട്ടർ ഓഫ് പ്രൈമറി സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്. രണ്ടാമത്തെ കണ്ടീഷൻ, ഷുഡ് ബി എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഓഫ് HSC, VHSC ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ എ ഗവൺമെൻറ് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. മിനിമം 60% മാർക്ക് ഇൻ ദി +2 എക്സാമിനേഷൻ. അതായത് ഫസ്റ്റ് ഇയർ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് മാത്രമേ, അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മിനിമം 60% മാർക്ക് +2 ഉണ്ടാവണം. ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി പ്രൈമറി സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ മക്കളായിരിക്കണം. സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു മാസം 50 രൂപയാണ്. ഫാമിലി ഇൻകം 1 lakh പെർ ഇയർ, അതിനേക്കാളും കുറവായിരിക്കണം. ഫോർ ദി ഇൻകം കാൽക്കുലേഷൻ വിസിറ്റ് നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഇൻകം കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. റിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സ് ഒന്നും പറയുന്നില്ല. ബാങ്ക് അക്കൗണ്ട് വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ SBI, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഈ 3 ബാങ്കുകളിലെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ ആ അക്കൗണ്ടിലേക്കാണ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുക. ബാങ്ക് അക്കൗണ്ട് ഒന്നുകിൽ SBI അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആവണം. നോട്ടിഫിക്കേഷൻ ലിങ്കും വെബ്സൈറ്റ് ലിങ്കും തന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതി. അടുത്തതായിട്ട് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡാണ്. അതൊരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നതിനേക്കാളും ഒരു അവാർഡാണെന്ന് പറയുന്നതാണ് നല്ലത്. കാരണം 1 ടൈം പേയ്മെൻ്റ് ആണ്, ഒറ്റ തവണ മാത്രം കിട്ടുന്ന ഒരു അവാർഡ് പോലെ കിട്ടുന്ന ഒരു അവാർഡ് തന്നെയാണ് ഈ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഷുഡ് ബിലോങ് ടു മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജെയിൻ കമ്മ്യൂണിറ്റി. അതായത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് ഇത്. അപ്ലൈ ചെയ്യാനുള്ള മിനിമം കണ്ടീഷൻ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ മറ്റ് +2 VHSC ലെവൽ. അത് മാത്രമല്ല, അവർ പഠിച്ചിരിക്കേണ്ട ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. അത് മാത്രമല്ല, അവർ നേറ്റീവ് ഓഫ് കേരള നേറ്റീവ് ആയിരിക്കുകയും വേണം. അപ്പോൾ ഇതൊരു അവാർഡാണെന്ന് ഞാൻ പറഞ്ഞു. 1 ടൈം കിട്ടുന്ന അവാർഡാണ്. 10,000 rupees അതിൽ നിന്ന് കിട്ടുന്ന അവാർഡ് എമൗണ്ട്. ഇനി ഇൻകം ലിമിറ്റ്, ഫാമിലി ആനുവൽ ഇൻകം 8 ലക്ഷത്തിനേക്കാളും കുറവായിരിക്കണം. ഇനി കണ്ടീഷൻ ഫോർ റിന്യൂ ചെയ്യാൻ പറ്റില്ല, ഫർദർ എമൗണ്ട് ഒന്നുമില്ല. ഇനി ഏത് സ്കോളർഷിപ്പ് വാങ്ങുന്ന കുട്ടികൾക്കും ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി അവൈൽഡ് വിത്ത് അതർ സ്കോളർഷിപ്സ്. ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ഷുഡ് ബി സബ്മിറ്റഡ് ഇൻ ദി കോളേജ് ഓഫീസ് ഓഫ് ദി +2 കംപ്ലീറ്റഡ് സ്കൂൾ. അപ്പോൾ എവിടെയാണോ കുട്ടി +2 പഠിച്ചത് ആ സ്കൂളിലാണ് അപേക്ഷിക്കേണ്ടത്, കോളേജിലല്ല, ആ സ്കൂളിലാണ് അപേക്ഷിക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ്, അല്ലെങ്കിൽ അവാർഡ് എന്ന് പറയാം. അടുത്ത ഹിന്ദി സ്കോളർഷിപ്പാണ്. ഹിന്ദി സ്കോളർഷിപ്പിൻ്റെ എലിജിബിലിറ്റി, ഷുഡ് ബി എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ദി ഗവൺമെൻറ് എയ്ഡഡ് കോളേജ്. അത് മാത്രമല്ല, +2-ൽ ഇക്കഴിഞ്ഞ വർഷം 2021-ൽ
60% മാർക്ക് കിട്ടിയിരിക്കണം +2-ന്. അത് മാത്രമല്ല ഹിന്ദി പ്രസൻറ്റ് കോഴ്സ് ഇപ്പോഴത്തെ ഡിഗ്രി കോഴ്സിന് ഹിന്ദി ഒരു സബ്ജക്റ്റായിട്ട് എടുത്തിരിക്കണം, ഇൻക്ലൂഡിങ് സെക്കൻഡ് ലാംഗ്വേജ്. ഹിന്ദി സബ്ജക്റ്റായിട്ട് എടുത്തിരിക്കണം ഇൻക്ലൂഡിങ് സെക്കൻഡ് ലാംഗ്വേജ്. കേരളത്തിലെ നാറ്റീവ് ആയിരിക്കണം. സ്കോളർഷിപ്പ് എമൗണ്ട് 500 per month ആണ് UGക്ക്. ഇൻകം ലിമിറ്റ് ഒന്നുമില്ല. കണ്ടീഷൻ ഫോർ റിന്യൂവൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ബാങ്ക് അക്കൗണ്ട് ഷുഡ് ബി ഇൻ SBI, ഫെഡറൽ ഓർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരിക്കണം. അതർ സ്കോളർഷിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന ഒരു സ്കോളർഷിപ്പാണ് ഹിന്ദി സ്കോളർഷിപ്പ്. വെബ്സൈറ്റ് ലിങ്ക് കാണാം. അടുത്തതായിട്ട് മുസ്ലിം നാടാർ ഗേൾസ് സ്കോളർഷിപ്പാണ്. എലിജിബിലിറ്റി എന്താണെന്നുള്ളത്, ഷുഡ് ബി എ ഫസ്റ്റ് ഇയർ ഗേൾ സ്റ്റുഡൻറ്റ് ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ്. ഫസ്റ്റ് ഇയർ UG സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഗേൾ സ്റ്റുഡൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ്. +2 കേരള സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഷുഡ് ബി എ സ്റ്റുഡൻറ്റ് ഓഫ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഓർ BPL സ്റ്റുഡൻറ്റ് ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലെ BPL സ്റ്റുഡൻ്റ് ആയാലും മതി. ഒന്നുകിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ BPL സ്റ്റുഡൻ്റ് ആയാലും മതി. കേരളത്തിലെ നേറ്റീവ് ആയിരിക്കണം. സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത് UGക്ക് 125 per year, ഒരു വർഷം 125 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. ഇൻകം ലിമിറ്റ് 18,000 രൂപയാണ് per year. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഷുഡ് ബി SBI ഓർ ഫെഡറൽസ് ഓർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരിക്കണം. ഏതൊരു സ്കോളർഷിപ്പിനോടൊപ്പവും നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ് മുസ്ലിം നാടാർ ഗേൾസ് സ്കോളർഷിപ്പ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്കും വെബ്സൈറ്റ് ലിങ്ക് തന്നിട്ടുണ്ട്. ഇനി സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പാണ്, DC സ്കോളർഷിപ്പാണ്. എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 200 രൂപ per month 55 പേർക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 200 രൂപ per month 25 പേർക്കാണ് കിട്ടുന്നത്. ദി ഫസ്റ്റ് പ്രിഫറൻസ് ഓഫ് ഫോർ ദി സ്റ്റുഡൻറ്റ് ദോസ് who are studying Sanskrit as main subject, and the next preference for the students those who are studying Sanskrit as one of the subject in the course. അതായത് നേരത്തെ സംസ്കൃതം പഠിച്ച കുട്ടികൾക്കും ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള കോഴ്സിൽ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് സെക്കൻഡ് പ്രിഫറൻസ് ഉണ്ട്. ഇനി നോട്ടിഫിക്കേഷൻ കണ്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇനി PG സ്റ്റുഡൻസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു 3 സ്കോളർഷിപ്പിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്കോളർഷിപ്സ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് ഫോർ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ്, അതുപോലെ PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്, പിന്നെ ആസ്പയർ സ്കോളർഷിപ്പ്. നോക്കാം ഈ 3 സ്കോളർഷിപ്പുകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് ഫോർ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ് പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഡിഗ്രി കോഴ്സിന് റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അവൈൽ ചെയ്യാവുന്ന സ്കോളർഷിപ്പാണിത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് അറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, UG ലെവലിൽ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ കിട്ടിയ കുട്ടികൾക്ക്, അവർ പോസ്റ്റ് ഗ്രാജുവേഷന് അഡ്മിഷനായി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ഏജ് ലിമിറ്റ് ഉണ്ട്. കുട്ടികൾക്ക് 30 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഇൻ PG കോഴ്സ്. PG കോഴ്സ് അഡ്മിഷൻ സമയത്ത് 30 വയസ്സ് ആയിരിക്കണം അവരുടെ മാക്സിമം ഏജ്. സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത് 3,100 രൂപ per month. ഓരോ മാസവും 3,100 രൂപയാണ്. അത് 2 വർഷത്തേക്ക്, PGയുടെ 2 വർഷവും എല്ലാ മാസവും കിട്ടുന്ന രീതിയിൽ. ഇനി ഇൻകം ലിമിറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല നോട്ടിഫിക്കേഷനിൽ. നോട്ടിഫിക്കേഷൻ ലിങ്ക് നമുക്ക് തന്നിട്ടുണ്ട്, അത് നോക്കി ബാക്കി ഡീറ്റെയിൽസ് കിട്ടും. റിന്യൂ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 60% മാർക്ക് ഉണ്ടാവണം. അത് മാത്രമല്ല ഇത് ബാക്കിയുള്ള സ്കോളർഷിപ്പിനോടൊപ്പം തന്നെ അവൈൽ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ്. ഇറ്റ് ക്യാൻ ബി അവൈൽഡ് വിത്ത് അതർ സ്കോളർഷിപ്സ്. ഇനി സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് നോക്കുക. അനക്സ്റ്റർ 1, അത് നിങ്ങളുടെ സൈറ്റിൽ നോട്ടിഫിക്കേഷനിൽ കയറുമ്പോൾ തന്നെ കാണാം. അനക്സ്റ്റർ 1 റാങ്ക് സർട്ടിഫിക്കറ്റ്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് സർട്ടിഫിക്കറ്റ് വേണം, ഓർ ഓട്ടോണമസ് കോളേജിൽ നിന്ന് എവിടെ നിന്നാണോ റാങ്ക് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ജോയിനിങ് റിപ്പോർട്ട് ഫ്രം ദി അഡ്മിറ്റഡ് കോളേജ്, ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുത്തത് ആ കോളേജിൽ നിന്നുള്ള ജോയിനിങ് റിപ്പോർട്ട്. അതിൻ്റെ വെബ്സൈറ്റ് ലിങ്കും ഞാൻ തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് PGയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ഗേൾ ചൈൽഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. എലിജിബിലിറ്റി നോക്കി കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗേൾ സ്റ്റുഡൻറ്റ് വിത്തൗട്ട് ഹാവിങ് എനി ബ്രദർ ഓർ ഗേൾ സ്റ്റുഡൻറ്റ് ഹു ആർ ട്വിൻ സിസ്റ്റേഴ്സ്, അങ്ങനെയാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സിംഗിൾ ഗേൾ ചൈൽഡ്, വേറെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, സിംഗിൾ ഗേൾ ചൈൽഡ് ആയിരിക്കണം. ഏജ് ലിമിറ്റ് 30 years ആണ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഇൻ PG കോഴ്സസ്. ഇവിടെയും സ്കോളർഷിപ്പ് എമൗണ്ട് 36,200 per year ഫോർ എ പീരീഡ് ഓഫ് 2 years. ഇൻകം ലിമിറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. റിന്യൂ ചെയ്യാനായിട്ട് സ്റ്റുഡൻസ് ഫെയിലിംഗ് ടു ഗെറ്റ് പ്രൊമോട്ടഡ് ടു ദി നെക്സ്റ്റ് ക്ലാസ് ഓർ ലെവൽ
വുഡ് ഫോർഫിറ്റ് ദി സ്കോളർഷിപ്പ്. അതായത് ഫസ്റ്റ് ഇയറിൽ സ്കോളർഷിപ്പ് കിട്ടി, സെക്കൻഡ് ഇയറിൽ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഇയർ പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പാസ്സായിരിക്കണം. പിന്നെ ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടത് ജോയിനിങ് റിപ്പോർട്ട് വേണം, പിന്നെ അഫിഡവിറ്റ് ഫോർ ഡിക്ലറേഷൻ ഓഫ് ബീയിങ് സിംഗിൾ ഗേൾഡ് ചൈൽഡ്, അതുപോലെ തന്നെ അറിയാലോ ഒറ്റ കുട്ടി ആണെന്നുള്ളത് അഫിഡവിറ്റ് വേണം, പിന്നെ ജോയിനിങ് കംസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോണഫൈഡ്, അതായത് പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് മേടിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പെർഫോമ എല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് PG ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പിനെ കുറിച്ച് പറയേണ്ടത് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്. അടുത്ത സ്കോളർഷിപ്പ് ആസ്പയർ സ്കോളർഷിപ്പാണ്. പ്രോജക്റ്റോ, അതായത് ഇപ്പോൾ PG പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോജക്റ്റിനോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിനോ വേറെ ഏതെങ്കിലും റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാനുള്ള അതിനുവേണ്ടി കിട്ടുന്ന സ്കോളർഷിപ്പാണ് ആസ്പയർ സ്കോളർഷിപ്പ്. ഫോർ സെക്കൻഡ് ഇയർ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് should have obtained at least 75% attendance in the first year, should have a scored 55% or more in UG examination, should be a student in government aided colleges. ഇപ്പോൾ കണ്ടീഷൻസ് മനസ്സിലായിക്കാണ് സെക്കൻഡ് ഇയർ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. 75% അറ്റൻഡൻസ് ലാസ്റ്റ് ഇയറിൽ ഉണ്ടാവണം, അതുപോലെ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ 55% മാസ് UG എക്സാമിനേഷന് കിട്ടിയിരിക്കണം, പിന്നെ എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിൽ ഏതെങ്കിലും പഠിക്കുന്ന കുട്ടികളായിരിക്കണം. സ്കോളർഷിപ്പ് എമൗണ്ട് 8,000 പെർ ഇയർ ഫോർ ഡൂയിങ് ഇൻ കേരള, 1,000 ഫോർ ഡൂയിങ് ഇൻറ്റേൺഷിപ്പ് ഔട്ട്സൈഡ് കേരള. 10,000 ഫോർ ഡൂയിങ് ഇൻറ്റേൺഷിപ്പ് ഔട്ട്സൈഡ് കേരള. കേരളത്തിനുള്ളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണെങ്കിൽ 8,000, അതുപോലെ കേരളത്തിന് പുറത്താണെങ്കിൽ 10,000 ആണ് കിട്ടുക. ഇനി സർട്ടിഫിക്കറ്റ്സ് വേണ്ടത് NOC ഫ്രം പ്രസൻറ്റ് കോളേജിൽ നിന്ന് NOC നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ കൺസെൻറ്റ് വേണം, സൂപ്പർവൈസിങ് ടീച്ചറിൻ്റെ നിന്ന് കൺസെൻറ്റ് വേണം, അതുപോലെ തന്നെ സിനോപ്സിസ് വേണം. എന്ത് പ്രോജക്റ്റാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സിനോപ്സിസ് വേണം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഉണ്ട്, അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം എന്താണ് ഡീറ്റെയിൽസ് വേണ്ടതെന്നെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇതാണ് ആസ്പയർ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയേണ്ടത്. സോ ഇത്രയും സ്കോളർഷിപ്പുകളാണ് നമുക്ക് വേണ്ടത്. ഇത്രയും സ്കോളർഷിപ്പുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സ്കോളർഷിപ്പുകൾ. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു നവംബർ ലാസ്റ്റ് വരെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്, ഡിസംബർ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാലും നവംബർ 31 മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, എല്ലാ സ്കോളർഷിപ്പിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ഏകദേശം നവംബർ 31 ആണ്. അത് മാത്രമല്ല, നിങ്ങൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ, നിങ്ങൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട പോർട്ടലാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ. ഇതിനകത്ത് നിങ്ങൾ പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക, അതല്ല റിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ലോഗിൻ ചെയ്ത് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഹോമിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ ഹോമിൽ ചെന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ സ്കീംസ്, അതുപോലെ തന്നെ UGC AICT സ്കീംസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്കീംസ്, അങ്ങനെ ഓരോ സ്കീമിലുള്ള സ്കോളർഷിപ്പ്, ഡിഫറൻറ്റ് സ്കോളർഷിപ്പുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കി ഇപ്പോൾ ഓരോ സ്കോളർഷിപ്പുകളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകൾ കാണാൻ സാധിക്കും. സ്റ്റേറ്റ് സ്കീംസ് ക്ലിക്ക് ചെയ്താൽ സ്റ്റേറ്റ് ഗവൺമെൻറ് തരുന്ന സ്റ്റേറ്റ് സ്കീമിലുള്ള സ്കോളർഷിപ്പുകൾ കാണാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സ്കോളർഷിപ്പുകൾ സ്റ്റേറ്റ് സെക്ടറിലുള്ള സ്കോളർഷിപ്പുകളാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. സോ അതാണ് ഈ വെബ്സൈറ്റിൻ്റെ ഈ വിൻഡോ ആണ് ഈ സ്റ്റേറ്റ് സ്കോളർഷിപ്പ്, ഗവൺമെൻറ് ഓഫ് കേരള അവൈൽ ചെയ്യുന്ന സ്കോളർഷിപ്പുകളുടെ വിൻഡോ. അപ്പോൾ ഇതിനകത്തും സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുക, മാക്സിമം സ്കോളർഷിപ്പുകൾ കിട്ടട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാവരും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചില സ്കോളർഷിപ്പുകൾ നമ്മൾ ഒരു സമയം ഒരെണ്ണം മാത്രമേ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കി സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓറിയൻറ്റേഷനിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സ്റ്റുഡൻസ്.